ഇന്ന് സവാരി ഗിരിഗിരി എന്ന സെഗ്മെൻ്റാണ്. ഇതിൽ 4 ചോദ്യമുണ്ട്. ഇതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു സെലിബ്രിറ്റി വരും എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ പ്രശസ്ത സീരിയൽ ആർട്ടിസ്റ്റ് അനു ജോസഫാണ് ഇന്ന് ശരത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്. അനു എത്തിക്കഴിഞ്ഞു. ഹായ് അനു. ഹായ് സർ. എന്തുകൊണ്ട്, സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷം, പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ സർ. പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണു. പിന്നെ സന്തോഷമായിട്ട് പോണു, കുഴപ്പമില്ല. അല്ല പിന്നെ എന്ന് പറഞ്ഞതിനകത്ത് എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ല, പിന്നെന്താ കുറച്ച് യൂട്യൂബ് ചാനല്, അതിന്റെ വർക്കുകള്, കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. അപ്പോ ഇന്ന് ഇവിടെ ശരത്താണ് നമ്മുടെ കണ്ടസ്റ്റന്റ് ആയിട്ടിരിക്കുന്നത്. ശരത്ത് കൊല്ലം കൊട്ടാരക്കര റൂട്ടിലാണ് താമസിക്കുന്നത്. ശരത്തിന്റെ ബാക്കി വൈഫ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ശരത്തിന്റെ ഒരു പ്രേമ വിവാഹമാണ്. ശരത്തിന്റെ വൈഫിന്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി അനിയത്തിയെ കണ്ട് അനിയത്തിയെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ ആളാണ്. നല്ല ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് പാടും, മിമിക്രി പറയും, എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞു, ശരത്ത് വന്നപ്പോഴേ പറഞ്ഞു, ഞാൻ ഈ പ്രോഗ്രാമിന് വരുന്നുണ്ട്, അനു ജോസഫ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ഒരു പാട്ട് പാടിച്ചു തരണം സാറേ എന്ന് പറഞ്ഞു. ഞാൻ പാടാനോ? അതൊരു ദുരാഗ്രഹമായി പോയില്ലേ? അല്ല, ഒരുപാട് സീരിയലിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് കോമഡി സീരിയലിലൊക്കെ അടിപൊളിയാ. എന്തായാലും തീർച്ചയായിട്ടും ശരത്തിന്റെ ആഗ്രഹം പാടും. എന്തായാലും നമുക്ക് ഗെയിം ഷോയിലോട്ട് കടക്കാം. അതിനുശേഷം തീർച്ചയായിട്ടും അനു പാടിയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ സെഗ്മെന്റ് സവാരി ഗിരിഗിരി ഇവിടെ തുടങ്ങുകയാണ്. 4 പാട്ടിന് സഹായിക്കാൻ അനു ഉണ്ട് കൂടെ. ഡോണ്ട് വറി. സവാരി ഗിരിഗിരി. ആദ്യത്തെ ചോദ്യം ഇതാ. ചന്ദ്രലേഖ എന്ന സിനിമയിൽ ബീരാൻ ഇക്കയുടെ കയ്യിൽ നിന്നും മോഹൻലാലിന്റെ കഥാപാത്രം പലിശയ്ക്കെടുക്കുന്നത് എത്ര രൂപയാണ്? എ 1.25 ലക്ഷം, ബി 2.5 ലക്ഷം, സി 3 ലക്ഷം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അനു സഹായിക്കണം കേട്ടോ. എനിക്കിത് എന്റെ സംശയം 1.25 ലക്ഷം രൂപ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു സംശയത്തിന്റെ ഒക്കെ ഒരു ആവശ്യമുണ്ടോ ജീവിതത്തിൽ? പറഞ്ഞേ കേട്ടോ. നല്ല ഉറപ്പാണെങ്കിൽ പറഞ്ഞോ, അപ്പുറം നോക്കണ്ട. 1.25 ലക്ഷം. 1.25 ലക്ഷം ഞാൻ എടുത്തിട്ട് പൂട്ടി വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് വേണ്ടേ ഒരു പാട്ട് കേൾക്കണ്ടേ? പാട്ട് പാടണം. പാട്ട് എന്റെ പാട്ടോ? ഇപ്പൊ പാടിത്തരും. അയ്യോ, ഞാന് സാറിന്റെ ഭയങ്കര ഫാനാണ് സത്യം പറഞ്ഞ. സാറിന്റെ തന്നെ ഒരു പാട്ടാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. ഒട്ട തെറ്റായിരിക്കും, ഞാനൊരു പാട്ട് പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല. വണ്ടുലഞ്ഞ മലർ പോലെ വാർനിലാവിനിടൽ പോലുള്ളിലൊരു മോഹം, അതിനിന്ദ്രനീലലയമാകും കുങ്കുമമേഘം കുളിരുകൊൽക്കും ഒരു മഞ്ഞല പോലെ അമ്പിളി നാളം കറിയെ നീക്കമൊരു തമ്പു പോലെ തലോടാ. ഇതാണോ പാടാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞത്? അയ്യോ, എനിക്ക് പാടാനൊക്കെ അറിയില്ല. വളരെ സൂപ്പർ ആയിട്ടുണ്ട്. കാരണം നമ്മുടെ ഓൺലൈൻ ആയതുകൊണ്ടുള്ള ഒരു ചെറിയ അതിന്റെ അല്ലാതെ പാട്ടിനകത്ത് യാതൊരു കുഴപ്പമില്ല. അതാ ഇവിടെ കീബോർഡ് വായിക്കുന്ന അതേ ശ്രുതിയിൽ കൃത്യമായിട്ട് പാടിയിട്ടുണ്ട്. ഈ പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, വിദ്യാസാഗറിന്റെ ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോ ശരത് 1.25 ലക്ഷം രൂപയാണ് അനു പറഞ്ഞ്. അനു പറഞ്ഞതിനോട് യോജിച്ച് 1.25 ലക്ഷം രൂപ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. സോ 1.25 ലക്ഷം രൂപ ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്.